ഓക്കെ, റമ്മി, ഗാംബ്ലിങ്, ബെറ്റിംഗ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ട്രേഡിംഗ് ആപ്ലിക്കേഷൻസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബർമാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവർ ഓൾറെഡി നിങ്ങളെ പറ്റിച്ച് കഴിഞ്ഞു. എന്തായാലും ഞാൻ പറയുന്നത് നോർമലി ഒരു അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ചാനലുകളാണ്. അത് നിസ്സാരം 50,000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം മടിയിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കമൻറ്റിനെ അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ കമൻറ്റ് വേറൊന്നുമല്ല, ഇവൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ ചാനൽ കണ്ട് ഞാനൊരു സാധനം വാങ്ങിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, ഇയാളെ വിശ്വസിച്ച് ഒരു സാധനം വാങ്ങരുത്, നിങ്ങൾ പെടും. ഇങ്ങേരുടെ വാക്ക് കേട്ട് ഞാനൊരു ഇയർഫോൺ എടുത്തു, 3 മാസം പോലും നിന്നില്ല, ആരും ഇങ്ങനെ വിശ്വസിക്കരുത്. ഇത്തരത്തിലുള്ള കമന്റുകൾ പൊതുവെ ഒട്ടുമിക്ക എല്ലാ അൺബോക്സിംഗ് അല്ലെങ്കിൽ റിവ്യൂ ചാനലുകളുടെ അടിയിൽ വരാറുണ്ട്. ആൻഡ് യെസ്, ഇത് ചിലപ്പോൾ അവർ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇടുന്നതായിരിക്കും. കാരണം അവർ കഷ്ടപ്പെട്ട് അവരുടെ കാശ് ചിലവാക്കി വാങ്ങിയിട്ട് അവർക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ അവർ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിലായിരിക്കാം ഇത് ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വന്നൊരു ചാനലിൻ്റെ അടിയിൽ ടൈപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വന്ന നഷ്ടം തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കരുതി നമ്മുടെ ചാനലിൻ്റെ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും കണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി എന്നുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നും അവർക്ക് മുതലാക്കിയ കാശ് തിരിച്ചു കിട്ടാനായിട്ട് പറ്റും, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ എന്താണ്, പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്താണ് എന്നുള്ളതാണ് വിശദമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ അബദ്ധത്തിലേക്കൊക്കെ ചാടുന്നതിന് മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആസ് എ വ്യൂവർ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ചില ആൾക്കാർ അവർക്ക് സ്മാർട്ട് വാച്ച് വേണമെന്ന് പറഞ്ഞ് എൻ്റെ വീഡിയോ വന്ന് കാണുന്നു, ആ ഒരു വീഡിയോയിൽ കണ്ടിട്ട് സ്മാർട്ട് വാച്ച് അത്യാവശ്യം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്മാർട്ട് വാച്ച് ബുക്ക് ചെയ്യുന്നു. പിന്നീട് അവർ വീട്ടിൽ സ്മാർട്ട് വാച്ച് ഓപ്പൺ ചെയ്തിട്ട് പെയർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് പെയർ ആവുന്നില്ല. കാരണം എന്താണ്? അവരുടെ കയ്യിലുള്ളത് ഒരു iPhone 6 or 7 ആയിരിക്കും. എന്നാൽ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡുമായിട്ട് പെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ ആൻഡ്രോയിഡുമായിട്ട് പെയർ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിയിട്ട് നിങ്ങളുടെ കയ്യിൽ iPhone ആണുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി അതിനുശേഷം പെയർ ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു, ഞാൻ പെട്ടുപോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പർട്ടിക്കുലർ യൂസ് എന്താണ് എന്നുള്ളത് നോക്കിയതിന് ശേഷം, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു iPhone ആണ്, ഐഫോണിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ആണോ അല്ലയോ അത് എന്ന് ഉറപ്പ് വരുത്തുക. ഏത് എൻ്റെ ഒരൊറ്റ വീഡിയോ മാത്രം കണ്ടല്ല, പല ക്രിയേറ്റർമാരുടെയും വീഡിയോ കാണുക. ഇതിൻ്റെ കാരണം വേറൊന്നുമില്ല, ഞാൻ പറയുന്ന പോയിന്റുകളായിരിക്കില്ല വേറെ ക്രിയേറ്റർമാർ പറയുന്നത്. ഇപ്പോൾ ഞാൻ ചില പോയിന്റുകൾ പറഞ്ഞു, അടുത്ത വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാൽ വേറെ പല പോയിന്റുകളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 5, 6, 7 വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ ആക്ച്വൽ അത്യാവശ്യം ഏത് വീഡിയോയിലാണുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പർച്ചേസ് ഡിസിഷൻ എടുക്കുക. കാരണം നിങ്ങളുടെ കാശാണ് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, പല ആൾക്കാരും ഇപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കാര്യമാണ് പ്രൊഡക്റ്റിൽ ലഭിക്കുന്ന വാറൻറ്റി. എല്ലാ ചാനലുകളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ചാനലിൽ ഞാൻ റിവ്യൂ ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും തന്നെ വാറൻറ്റി, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വാറൻറ്റി ഉണ്ടാവും. ഇവിടെ 2 തരം ആൾക്കാരുണ്ട്. ഇടയ്ക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെയൊക്കെ പ്രൊഡക്റ്റുകൾ കംപ്ലയിൻറ്റ് വരുമ്പോഴൊക്കെ മെസ്സേജ് വരാറുണ്ട്, ഫോട്ടോ ഒക്കെ അയച്ചിട്ട്. അപ്പോൾ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി, ബ്രോയുടെ വീഡിയോ കണ്ടിട്ട് ഞാനൊരു ട്രൂ വയർലെസ് ഇയർഫോൺ വാങ്ങിച്ചു, ഒരൊറ്റ മാസം പോലും ആയില്ല, ട്രൂ വയർലെസ് ഇയർഫോൺസിൻ്റെ റൈറ്റ് സൈഡ് അടിച്ചുപോയി, എന്തിനാണ് നിങ്ങളിങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത്, എങ്ങനെയാണ് ഇനി ഞാൻ ഇത് ശരിയാക്കി എടുക്കുന്നത്, എൻ്റെ കാശ് പോയി, ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ റിവ്യൂ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്തയൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ അയച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വ്യക്തിയോട് ചോദിച്ചു, ഇയർഫോൺസ് റീസെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു എന്ന്. അപ്പോൾ പുള്ളി ചോദിക്കുവാണ്, റീസെറ്റോ, അതെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയർഫോൺസിൻ്റെ പാക്കറ്റ്, ആ ഒരു കേസ് എടുക്കുക, അതിനുശേഷം 2 ഇയർഫോൺസും അതിലേക്ക് ഇടുക. ഇയർഫോണിലൊരു ബട്ടൺ കാണുമല്ലോ, ആ ഒരു ബട്ടൺ, ആ ഒരു കേസിൻ്റെ മുകളിലുള്ള ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ പറ്റും. കാണുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ അത് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ഇയർഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് ഫോണുമായിട്ട് പെയർ ചെയ്യുക. അവിടെ കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട്. ഇനി പെയർ ചെയ്ത ശേഷം നിങ്ങളൊന്ന് പാട്ട് കേട്ട് നോക്കൂ. ആൻഡ് ഇപ്പോൾ പാട്ട് കേട്ട് നോക്കിയപ്പോൾ ലെഫ്റ്റും റൈറ്റും കൃത്യമായിട്ട് വർക്ക് ചെയ്തു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, അപ്പോൾ എൻ്റെ ഇയർഫോൺ കംപ്ലൈൻറ്റ് ആയതല്ല അല്ലേ, അത് റീസെറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. ഓക്കെ, താങ്ക് യു ബ്രോ എന്ന് പറഞ്ഞ് ആ ചീത്ത വിളിച്ച മെസ്സേജുകൾ മുഴുവനും അങ്ങ് അൺസെൻഡ് ചെയ്ത് കളഞ്ഞു. സോ ഒരു പ്രൊഡക്റ്റ് കേടായോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സ് ആണ്. ആക്ച്വലി ആ പ്രൊഡക്റ്റ് കേടായിട്ടുണ്ടോ? ചിലപ്പോൾ ഇയർബഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, ലെഫ്റ്റ് മാത്രം വർക്ക് ചെയ്യുന്നു, റൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അത് തമ്മിൽ പെയർ ആവാത്തതിൻ്റെ സിങ്ക് ഇഷ്യൂ ആണ്. അത് റീസെറ്റ് ചെയ്താൽ മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡ് മാത്രം ചാർജ് കയറാതെ ആവാം. അതിൻ്റെ അകത്ത് കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പിന്നിൻ്റെ മുകളിൽ ചിലപ്പോൾ ചെറിയ ഡസ്റ്റ് ഒക്കെ കിടപ്പുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ഇയർഫോൺ ഉള്ളിൽ വെക്കുമ്പോൾ ചാർജ് കയറാത്തതായിരിക്കും. അത്തരത്തിലുള്ള ബേസിക് ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സ് നിങ്ങൾ നോക്കാതെ ഡയറക്റ്റായിട്ട് നിങ്ങൾ പോയിട്ട് ഇയർഫോൺ കേടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ബേസിക് ആയിട്ടുള്ള ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സുകൾ ചെയ്യുക. എന്നാൽ ഒരുത്തൻ ബേസിക് ആയിട്ടുള്ള ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ ഇയർഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അയാൾ വാങ്ങിച്ചു, അതിനുശേഷം ഏകദേശം 3 മാസത്തിന് ശേഷമാണ് വർക്ക് ചെയ്യാതായത്. ഇതിനും കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിരിക്കും, മെസ്സേജ് അയച്ചു. ഇവിടെ ഒരു കാര്യം ആസ് എ വ്യൂവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇയർഫോൺ
ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ട്രൂ വയർലെസ് ഇയർഫോൺ അല്ലെങ്കിൽ ഏതൊരു സ്മാർട്ട് വാച്ച് ഒക്കെ ആണെങ്കിൽ ലോഞ്ച് ആവുന്ന ആ ഒരു ദിവസമായിരിക്കും ഏറ്റവും കുറവ് പ്രൈസ്. ശരിയല്ലേ? ഇപ്പോൾ ചില ഇയർഫോണൊക്കെ 999 rupees ലോഞ്ചിൻ്റെ ഡേയിൽ വരും. ഏകദേശം ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ പ്രൈസ് എത്രയാവും? ഏകദേശം 1299 ഒക്കെ ആവും. ഏകദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും ആ ഇയർഫോൺ തന്നെ അവിടെ ഉണ്ടാവില്ല, കമ്മിങ് സൂൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇയർഫോൺ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ലോഞ്ചിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആവുന്നത്. ഇപ്പോൾ 12 മണിക്കാണ് ലോഞ്ച് എങ്കിൽ കൃത്യം 12 മണിക്ക് തന്നെ വീഡിയോ ഇടുന്നത്. കാരണം ആൾക്കാർക്ക് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം, അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ഇപ്പം എനിക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുവാണെങ്കിൽ ഞാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, എനിക്ക് ഏകദേശം ഒരാഴ്ചയാണ് ഉപയോഗിക്കാനായിട്ട് സമയം തരുന്നത്. കാരണം ലോഞ്ചിന് ഒരാഴ്ച മുന്നെയാണ് നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ കിട്ടുന്നത്. എന്നാൽ ഞാനിത് ഉപയോഗിച്ച് ഏകദേശം ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ റിവ്യൂ ഇടുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാവില്ല അവിടെ, അതിൻ്റെ അടുത്ത വെർഷൻ അവിടെ റിലീസ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ആസ് എ റിവ്യൂവർ ഞങ്ങൾക്ക് ഇംപ്രാക്ടിക്കൽ ആണ്. ഒരു മാസം 2 മാസമൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് അത്രയും നാളൊക്കെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ നോക്കിയിട്ട് റിവ്യൂ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനികളെല്ലാം ഒരു വർഷത്തിൻ്റെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു മാസം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ, ഈ കാണുന്ന വ്യൂവേഴ്സിനും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഒരു അഷ്വറൻസ് ആണ് ഈ ഒരു വാറണ്ടി. എന്നാൽ ഇവിടെ അബദ്ധം കാണിക്കുന്നവരുണ്ട്. ഞാൻ ഈ പറഞ്ഞ എന്നെ ചീത്ത വിളിച്ച ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുവാണ്, ഞാൻ ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിന് മുഴുവൻ മെയിൽ അയച്ചു, ഒറ്റൊരുത്തിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല ബ്രോ, ആകെ ഞാൻ പെട്ടിരിക്കുകയാണെന്ന്. എന്നിട്ട് ആ ഒരു മെയിലിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ എനിക്ക് അയച്ചായിരുന്നു. സോ അദ്ദേഹം ഈ ഒരു കസ്റ്റമർ സപ്പോർട്ടിൻ്റെ മെയിലിലേക്ക് അയച്ചിരിക്കുകയാണ്, യു ചീറ്റ്, യു ഫുൾ, യു ടുക്ക് മൈ മണി, ഗിവ് ബാക്ക് മൈ മണി, വേർസ്റ്റ് പ്രൊഡക്റ്റ് എവർ, വൈ യു മേക്കിംഗ് സച്ച് പ്രോഡക്റ്റ് ആൻഡ് ഫൂളിംഗ് പീപ്പിൾ, ഗിവ് മീ ബാക്ക് മണി, ഐ ഫയൽ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫാണ് ഈ ഒരു വാറണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അയച്ചിരിക്കുന്നത്. ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇങ്ങനെ അയച്ചതാണ്. ഇത്രയൊക്കെ അയച്ചിട്ടും കമ്പനി എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഇതിനൊക്കെ ആക്ച്വലി ഒരു സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് കേടായി പോയി, ഇതിന് വാറണ്ടി ക്ലെയിം ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെട്ടിയുടെ പുറകിൽ എങ്ങനെയാണ് വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടത്, അതിനുള്ള ലിങ്ക് എന്താണ് എന്ന് കാണും. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഇയർഫോൺ, TWS ഒക്കെ ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ഇത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് വാറണ്ടി സർവീസാണ് കൊടുക്കുന്നത്. അതായത് അവരുടെ വെബ്സൈറ്റിൽ വാറണ്ടി പേജിൽ കയറുക, നിങ്ങളുടെ പേര്, അതേപോലെ നിങ്ങളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഇരിക്കുന്ന അഡ്രസ്സ് ഏതാണ്, നിങ്ങൾ എവിടെ നിന്നാണ് പ്രൊഡക്റ്റ് മേടിച്ചത്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻവോയ്സ്, നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ സർവീസ് വന്ന് ആ ഒരു പ്രൊഡക്റ്റ് പിക്ക് ചെയ്തുകൊണ്ട് പോയി ഏകദേശം ഒരു 10-14 ദിവസത്തിനുള്ളിൽ തന്നെ അത് റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ബേസിക് ആയിട്ടും ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ചെയ്യേണ്ടത്. പല ആൾക്കാരും ഇത് ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ 1-2 വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇനി അഥവാ നിങ്ങളിങ്ങനെ ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് റെസൊല്യൂഷൻ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മെയിൽ ഉപകാരപ്പെടുന്നത്. സോ എങ്ങനെ നമ്മളൊരു മെയിൽ അയക്കും ഈ ഒരു വാറന്റിക്ക് വേണ്ടിയിട്ട്? ഈ ചപ്പ് ചവറും പറഞ്ഞ് അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല. ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മെയിൽ ID എടുക്കുക. അതിനുശേഷം ഹെഡിങ്ങിൽ വാറന്റി ക്ലെയിം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വാറന്റി ക്ലെയിം റിക്വസ്റ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഓൾറെഡി ക്ലെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ആ ഒരു ഹെഡിങ്ങിൽ തന്നെ സബ്ജക്റ്റിൽ തന്നെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മാറ്റർ ബോഡി ചെയ്യുന്ന സമയത്ത് ഹായ് ടീം അല്ലെങ്കിൽ ഹായ് ബ്രാൻഡ്, എൻ്റെ പേര് ശരത് എന്നാണ്, ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമറാണ്, ഞാൻ നിങ്ങളുടെ ഇന്ന ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് ഈ ഒരു ദിവസം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു, ഇതിൻ്റെ ബില്ല് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു, ഒരു മാസത്തിന് ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡ് വർക്ക് ചെയ്യാണ്ടായി, നിങ്ങളുടെ യൂസർ മാനുവൽ പ്രകാരമുള്ള എല്ലാ ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്പുകളും ഞാൻ ചെയ്ത് നോക്കിയിട്ടും യാതൊരു ഫലവും കണ്ടില്ല, ഇതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് വാറണ്ടി രജിസ്റ്റർ ചെയ്തായിരുന്നു, ഇതാണ് വാറണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ അല്ലെങ്കിൽ ടിക്കറ്റ് നമ്പർ, ഇതിനുശേഷം എൻ്റെ വീട്ടിൽ വന്ന് പ്രൊഡക്റ്റ് പിക്ക് ചെയ്തുകൊണ്ട് പോയി എന്നോ അല്ലെങ്കിൽ പിക്ക് ചെയ്തിട്ടില്ല എന്നോ എന്താണ് കാര്യം എന്നുള്ളത് അവിടെ വിശദമായിട്ട് എഴുതുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു ഏകദേശം 10-14 ദിവസമായിട്ടും എനിക്ക് യാതൊരു റെസ്പോൺസും നിങ്ങളുടെ സൈഡിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ടേക്ക് ദിസ് ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് ലെറ്റ് മീ നോ വാട്ട് ഇസ് ദ കറന്റ് സ്റ്റേറ്റസ് ഓഫ് മൈ വാറന്റി ക്ലെയിം ആൻഡ് പ്ലീസ് ഗെറ്റ് മൈ പ്രോഡക്റ്റ് റീപ്ലേസ്ഡ് ഓർ റിപ്പയർഡ് ആസ് പെർ യുവർ വാറന്റി പോളിസി, അവൈറ്റിംഗ് യുവർ റെസ്പോൺസ്, റിഗാർഡ്സ് നിങ്ങളുടെ പേര്. ഇങ്ങനെ ചിട്ടയായിട്ട് നിങ്ങളൊരു മെയിൽ അയക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെയും എൻ്റെയും ഇമെയിൽ ID പോലെയല്ല കമ്പനികളുടെ ഇമെയിൽ ID. ഇവർ ഒരാളല്ല ഇരുന്ന് മോണിറ്റർ ചെയ്യുന്നത്, മറിച്ച് കമ്പ്യൂട്ടറുകളാണ് ഇവരുടെ ഇമെയിലൊക്കെ മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കീവേഡുകൾ വെച്ചിട്ടായിരിക്കും ഈ ഒരു സാധനം ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇമെയിലിൽ വാറന്റി ക്ലെയിം, റിക്വസ്റ്റ്, റിപ്പയർ, റീപ്ലേസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യും ഇത്തരത്തിലുള്ള കീവേഡുകൾ കാണുമ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ നോക്കും, ഓക്കെ ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു വാറന്റി ഇഷ്യൂയുടെ മെയിലാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെയിൽ വാറന്റി ടീമിലേക്ക് ഫോർവേഡ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ പച്ച തെറിയും വിളിച്ച് നിങ്ങൾ ഫൂൾസ് ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു മെയിലാണ് കമ്പനിക്ക് അയക്കുന്നതെങ്കിൽ ഡയറക്റ്റ്ലി കമ്പ്യൂട്ടറിന് അത് എന്താണെന്ന് മനസ്സിലാവില്ല, അത് സ്പാം ഫോൾഡറിലേക്ക് പോകും. അതുകൊണ്ടാണ് പലപ്പോഴും
പലപ്പോഴും പല ആൾക്കാർക്കും റെസൊല്യൂഷൻ ലഭിക്കാത്തത്. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ട്വിറ്ററിൽ കമ്പനികളെ ടാഗ് ചെയ്യാൻ നിങ്ങൾ ട്വിറ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിസ്സാരമായിട്ടുള്ള ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ആ ഒരു ബ്രാൻഡിനെ ടാഗ് ചെയ്യുക. ഞാനിങ്ങനെ മെയിൽ അയച്ചിരുന്നു, ഇങ്ങനെ ഇത് അയച്ചിരുന്നു, എന്നിട്ട് എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് ബ്രാൻഡുകൾ മെസ്സേജ് അയക്കും, എന്താണ് പ്രശ്നം പറ്റിയത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുമെന്ന്. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവിടെ പോകും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ നോക്കുക എന്ന് മാത്രമല്ല, അഥവാ നിങ്ങൾ പെട്ടുപോയിരിക്കുവാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ വാറൻറ്റി ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. കാരണം അത് നിങ്ങളുടെ റൈറ്റ് ആണ്. നിങ്ങൾ കാശ് കൊടുത്തൊരു പ്രൊഡക്റ്റ്, വാറൻറ്റിയുള്ള പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ അയ്യോ ആ പ്രൊഡക്റ്റ് കേടായി എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കരയുന്നതിന് പകരം നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള വാറൻറ്റി ക്ലെയിം ചെയ്യാനായിട്ട് നോക്കി നിങ്ങളുടെ ആ ഒരു സാധനം റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് എടുക്കുക. അത് എത്രയായാലും ചിലപ്പോൾ കുറേ മാസങ്ങൾ ഡിലേ ആയാലും അതിൻ്റെ പുറകെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാണ്ട് യാതൊന്നും സംഭവിക്കില്ല. ഈ ഒരു ഡെലിവറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എൻ്റെ ആ ഒരു എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം 1 മാസം 2 മാസത്തിന് ശേഷം എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് കൃത്യമായിട്ട് തിരിച്ചു കിട്ടിയെന്ന്. സോ പെർസിസ്റ്റൻ്റ് ആയിട്ട് അവരിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രോബ്ലത്തിൽ സൊല്യൂഷൻ ആവുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.